നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാർ ആശുപത്രികളെ വിശ്വസിച്ചാൽ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ട് ഇല്ലാത്ത പണവും കൊണ്ട് ഇപ്പോൾ മലയാളികൾ ഓരോരുത്തരും കേരളത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണ്. എന്നാൽ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാകുന്ന അതേ രീതികൾ തന്നെയാണ് സ്വകാര്യ ആശുപത്രികളിലും ഉണ്ടാകുന്നത്. ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ഡോക്ടർമാരും പ്രവർത്തകരും ഒക്കെ മാറുന്നു എന്നുള്ള നേർക്കാഴ്ചകളുടെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ നിന്നുണ്ടായ 2.5 വയസ്സുകാരിയുടെ മരണം അതിനൊരു ഉദാഹരണമാണ്. വലിയ ആരോപണങ്ങളാണ് കുടുംബം അവർക്കെതിരെ ഉന്നയിക്കുന്നത്. അതായത് ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ചികിത്സ കൃത്യമായിട്ട് നടത്താത്തത് കൊണ്ട് ശ്രദ്ധക്കുറവ് മൂലം തന്റെ 2.5 വയസ്സുകാരി മരണപ്പെട്ടു എന്ന് വ്യക്തമാക്കുകയാണ് കുടുംബം. ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഈ കുടുംബത്തിന്റെ ആരോപണങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് പെൺകുട്ടിയുടെ 2.5 വയസ്സുള്ള കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ആ റിപ്പോർട്ടിൽ ഈ പറയുന്ന അടിസ്ഥാനങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാട്ടാക്കടയിൽ 2 വയസ്സുകാരുടെ മരണം ന്യൂമോണിയ മൂലമാണ് എന്നുള്ള പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വിശദമായ റിപ്പോർട്ടിന് ശേഷം മാത്രമേ മരണകാരണത്തിന് അന്തിമ നിഗമനം സാധ്യമാകുകയുള്ളൂ എങ്കിലും ഏകദേശം ഇത് വ്യക്തമായി കഴിഞ്ഞു. അതായത് കൃത്യമായിട്ട് എന്താണ് അസുഖം എന്ന് പോലും പരിശോധിക്കാതെയുള്ള ചികിത്സയായിരുന്നു എന്നുള്ള കാര്യം. മരണത്തിന് കാരണം സ്വകാര്യ ആശുപത്രിയുടെ പിഴവാണ് എന്ന് കുടുംബം ശക്തമായിട്ട് പരാതി നൽകിയിട്ടുണ്ട്. ശ്വാസതടസ്സത്തെ തുടർന്ന് കാട്ടാക്കട മമ്മൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ 2.5 വയസ്സുകാരിയായ ഐഷ ഫാത്തിമയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. ആശുപത്രിയിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാകുകയാണെന്ന് കുടുംബം ആരോപിച്ചു. കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഞായറാഴ്ച ശ്വാസമുട്ടലിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖലകളെ തകർക്കാനാണ് ഇത്തരത്തിൽ ഓരോ വാർത്തകളും പുറത്തുവരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിക്ക് നേരെയും സമാന രീതിയിലുള്ള ആരോപണങ്ങളും ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ വളരെയധികം ഭയത്തോടെ കാണേണ്ടുന്ന ഒരു വിഷയമായിട്ട് മാറുകയാണ്. നമ്പർ 1 ആരോഗ്യ മേഖലയാണ് കേരളത്തിൻ്റെതെന്ന് അവകാശപ്പെടുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനടക്കം ഉത്തരം മുട്ടുന്ന മണിക്കൂറുകൾ, ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ആശുപത്രികൾ ഇന്നും സമരത്തിന്റെ വക്കിലാണ്. തനിക്കെതിരെ സമരം ചെയ്യാൻ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി താൻ പാർട്ടിക്കാരെ ഇറക്കുമെന്ന് പറഞ്ഞ് ക്യാപ്സ്യൂൾ ഇറക്കുന്ന ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മലയാളികൾ, കേരളത്തിലുള്ള ജീവിക്കുന്ന ആളുകൾ എങ്ങോട്ടാണ് ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ടി വരുന്നത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. എന്തായാലും കാട്ടാക്കടയിൽ ആ ഒരു പ്രശ്നം മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജനറൽ ആശുപത്രികൾക്കെതിരെയും സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സമാനമായിട്ട് ഉയരുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നതിന് പകരം ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ന്യായീകരണ ക്യാപ്സ്യൂളുമായിട്ട് രംഗത്തേക്ക് വരുന്നു. കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആരോപണത്തിലാണ് വീണ ജോർജ്. മെച്ചപ്പെട്ട സംവിധാനങ്ങളാണ് ആരോഗ്യ മേഖലയിലുള്ളത് എന്ന് ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുമ്പോഴും ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് അധോഗതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നു എന്ന് വരുത്തി തീർക്കേണ്ടുന്നത് ആരുടെ ആവശ്യമാണ് എന്ന്, രോഗികളെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കേണ്ടത് ആരുടെ ആവശ്യമാണ് എന്ന് ആണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചോദിക്കുന്നത്. സ്വകാര്യ കുത്തകകളുടെ ആവശ്യമാണ് ഇത് എന്നും സ്വകാര്യ കുത്തകകൾക്ക് മുന്നിൽ ആരോഗ്യ മേഖലയെ അടിയറവ് വെക്കാൻ സർക്കാർ തയ്യാറല്ല എന്നും വീണ ജോർജ് പറയുന്നു. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകളും പ്രതിഷേധങ്ങളും വലിയ രീതിയിൽ പ്രതിരോധമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നത്. അതേസമയം ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിലും സമാന രീതിയിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ ആയിഷയുടെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞല്ലോ. സർക്കാർ ആശുപത്രികളെ സമീപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളുടെ പേടി കാരണം പലരും ഇല്ലാത്ത പണം ഒപ്പിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുകയാണ്. എന്നാൽ അവിടെയും ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നു. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു മരണം തന്നെയാണ് ആയിഷയുടെ ഇത്. കേരളത്തിൽ ചികിത്സ തേടി എത്തുന്നത് കൊണ്ട് പറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചിറക് നഷ്ടപ്പെട്ട ഒരാളായിട്ട് ആയിഷയെ നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ ആയിഷയുടെ സാഹചര്യങ്ങൾ
ഓരോന്നോർത്ത് കരയുന്ന ആ ഒരു കുടുംബത്തെയാണ് കാണുന്നത് നമ്മൾ. ആര്യനാട് 2.5 വയസ്സുകാരിയായിട്ടുള്ള ഐഷ ഫാത്തിമ മരിച്ച സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടർക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. കുട്ടിയുടെ പിതാവ് തന്നെ രംഗത്തെത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കേട്ടതാണ്. കുത്തിവയ്പ് എടുത്തതിന് ശേഷമാണ് കുട്ടിയുടെ നില വഷളായത് എന്നും ആംബുലൻസിൽ കുട്ടിക്കൊപ്പം കയറാൻ പോലും ഈ ഡോക്ടർമാരൊന്നും സമ്മതിച്ചില്ല എന്നുമാണ് ആ കുട്ടിയുടെ പാരന്റ്സ് പറയുന്നത്. കണ്ണിൽ തടുപ്പും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഐഷയെ 22-ന് ഉച്ചയ്ക്ക് 11 മണിക്ക് ശേഷം ആര്യനാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. നെബുലൈസേഷൻ ചികിത്സയായിരുന്നു ആദ്യം നൽകിയത്. ഇതിനിടയിൽ വെള്ളവും മിഠായിയും ഒക്കെ വേണമെന്ന് കുഞ്ഞ് പറയുകയും ചെയ്തു. താൻ ക്യാൻറ്റീനിൽ പോയി അത് വാങ്ങി വന്ന സമയത്ത് അവൾ നെബുലൈസേഷൻ കഴിഞ്ഞ് നന്നായി ഇരിക്കുകയായിരുന്നു എന്നും ആ പിതാവ് പറയുകയാണ്. അവൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഹൃദയമെടുപ്പ് ഇത്തിരി കൂടുതലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതും നോർമലായി വന്നു. വെള്ളം കൊടുക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് കുത്തിവയ്പ് കഴിഞ്ഞ് മതി കുഞ്ഞിന് വെള്ളം കൊടുക്കുന്നത് എന്ന് ഡോക്ടേഴ്സ് ഒക്കെ നിർദ്ദേശിക്കുകയായിരുന്നു. ആദ്യം ഒരു കുത്തിവയ്പ് എടുത്തു, തൊട്ടു പിന്നാലെ അതേ സ്ഥലത്ത് മറ്റൊരു കുത്തിവയ്പ് എടുത്തു. ഇതോടെ പെട്ടെന്ന് തന്നെ അവളുടെ ഒരു മുഖം ഒരു വശത്തേക്ക് കോടുന്നതാണ് താൻ കണ്ടത്. ശ്വാസം കിട്ടാത്തതുമായ പോലെ എടുത്ത് വലിച്ച് കുഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഇതിനുശേഷം കുഞ്ഞ് കുഴഞ്ഞു വീഴുന്നത് നേരിട്ട് കാണുകയാണ് ഒരു പിതാവ്. എന്തായാലും സംഭവം നടന്ന ഉടൻ തന്നെ ഡോക്ടർ എത്തി CPR ഒക്കെ നൽകി. പക്ഷേ ഏതാണ്ട് 40 മിനിറ്റോളം പേരൻസിനെ അടക്കം പുറത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ചികിത്സ. പക്ഷേ ഒടുവിൽ അവിടെ നിന്നൊരു ബഹളം വെച്ചതിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞിനെ കാണാൻ പോലും ആ ആശുപത്രി അധികൃതർ സമ്മതിച്ചതെന്ന് വ്യക്തമാക്കുകയാണ് അവർ. ഉടൻ ഇത്തരത്തിൽ ബഹളം വെക്കുന്നതിന്റെ ഭാഗമായിട്ട് കുഞ്ഞിനെ ആംബുലൻസിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷെ അവിടേക്ക് എത്തുമ്പോഴേക്കും കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വന്നത്. അതായത് ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ പാളിച്ചകൾ അത് തന്നെയാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ടത്. സ്വകാര്യ ആശുപത്രികളെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുകയാണ്. ഇനിയിപ്പോൾ ഒരു ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങോട്ടാണ് ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിലെ ആളുകൾ പോകേണ്ടുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. എന്തായാലും സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടുന്നത് കേരളത്തിന്റെ ആരോഗ്യ വിഭാഗം തന്നെയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ്. ആ ഒരു മറുപടിക്ക് പകരം അവർക്കെതിരെ പ്രതിഷേധം ഉന്നയിക്കുന്നവരെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു നയം തന്നെയാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് പൊതുജനങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ അസ്വസ്ഥതയിലേക്കാണ് എത്തിക്കുന്നത്. നിലവിൽ ഉണ്ടായിട്ടുള്ള ഓരോ ചികിത്സാ പിഴവുകളും അതിന്റെ ഭാഗമായിട്ട് വ്യക്തിപരമായിട്ട് വലിയ വേദനകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ മറ്റ് ചികിത്സ തേടാൻ പോകുന്ന രോഗികൾക്കും വലിയൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു വിഷയം കൂടെയായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ്. അതായത് ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ എവിടെ ചികിത്സിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിക്കുകയാണ് ഇവിടുത്തെ ആരോഗ്യ മേഖല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.